ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ഒരു ചിന്ത പറയട്ടെ. ഇത് മെയിനായിട്ടേ വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണേ. നമ്മൾ ആരും ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കരുത്. ഈ ജോലി എന്നുള്ളതുണ്ടല്ലോ, അത് ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ജോലിക്ക് അപ്പുറത്തുള്ള നമ്മുടെ ഒരു ജീവിതത്തെ തിരിച്ചറിയാനും അത് ആസ്വദിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഉള്ള കാര്യം തോന്നുന്നുണ്ടോ? ഉള്ളതാണ്. കാരണം എന്നാണെന്നറിയാവോ? നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. സോഷ്യലൈസ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും റിലാക്സ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തിയില്ലെന്നുണ്ടല്ലോ, ജീവിതം ഒരു അർത്ഥമില്ലാത്തതായിപ്പോവും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഇതെല്ലാം ഒരു മെഷീൻ ലൈഫ് കിട്ടാനല്ലല്ലോ. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാണെന്നറിയാവോ? വർക്ക് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. ഇറ്റ് ക്യാൻ നെവർ ബി കംപ്ലീറ്റഡ് എന്ന്. നമ്മൾ ഒരു പണി തീർത്ത് അടുത്ത പണി എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഏറ്റവും ഉപരിയായി നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സമയം ചിലവാക്കണം. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മെഷീനല്ലല്ലോ. ഒന്ന് വീണു പോയാലേ നമ്മുടെ വർക്ക് ഏരിയയിലുള്ള ആൾക്കാരോ അവരാരും നമുക്ക് ഒന്ന് എടുത്തു പൊക്കാനോ ഒന്നും കാണത്തില്ല. നമ്മുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ ഉള്ള ആരെങ്കിലുമൊക്കെ കാണുകയുള്ളൂ നമ്മളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. ഞാൻ എന്തിനാ ഇന്ന് ഇത്രയും പറഞ്ഞതെന്നറിയാമോ? എനിക്ക് തിരുത്താൻ പറ്റാത്തൊരു അബദ്ധത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആട്ടോ. ഞാൻ കുറച്ചധികം വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഒരു 2015 ഞാൻ ജോയിൻ ചെയ്തത്. അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ലായിരുന്നു. ചെന്ന് ജോയിൻ ചെയ്തപ്പോഴേ പിള്ളേരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. 10-12 വയസ്സുള്ള പിള്ളേരൊക്കെ KG സെക്ഷനിലും 1-ലും 2-ലും ഒക്കെ ആയിരുന്നു. ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് പഠിപ്പിച്ചു തുടങ്ങി. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. പിള്ളേരും ഭയങ്കര വേഗത്തിലാണ് ഇമ്പ്രൂവ് ആയേ. എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. ആ ഒരു ഇൻട്രസ്റ്റിൽ ഓടി നടന്ന് എൻ്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ നന്നായിട്ട് അധ്വാനിച്ചു. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ശരീരം പണി വന്നു തുടങ്ങി. ഹെൽത്ത് ഇഷ്യൂസ് നന്നായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യം പണി കിട്ടിയത് തൊണ്ടയ്ക്കാണ്. ഒച്ചത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ആഴ്ചയിൽ ഒരു 4 ദിവസം ത്രോട്ട് ഇൻഫെക്ഷൻ, അതിൻ്റെ വേദന. പിന്നെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വോയിസ് കട്ടാകാൻ തുടങ്ങി. അങ്ങനെ 1 വർഷത്തോളം മരുന്ന് കഴിച്ചു. ഒരു മാറ്റവും വന്നില്ല. പിന്നെ പതിയെ എനിക്ക് മനസ്സിലായി എൻ്റെ തൊണ്ടയ്ക്ക് മരുന്നല്ല, റെസ്റ്റാണ് വേണ്ടതെന്ന്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരുടെ ശ്രദ്ധ വേറെ ഒരിടത്തും പോകരുതെന്ന് വലിയ നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിള്ളേരുടെ കംപ്ലീറ്റ് ഫോക്കസ് എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല സൗണ്ടിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്രയും സൗണ്ട് എടുത്ത് സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ലേറ്റായിപ്പോയി. പിന്നെ ഉണ്ടല്ലോ, എത്രയൊക്കെ സിൻസിയറിറ്റി കാണിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്തു, അതിനുള്ള ശമ്പളവും മേടിച്ചു, അങ്ങനെ പറയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, ജോലി ഏതായാലും അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രം വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കാനേ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. എന്ന് വെച്ച് ജോലിക്കൊരു പ്രാധാന്യവും കൊടുക്കണ്ടെന്നല്ല കേട്ടോ. ഓടാൻ കഴിയുന്ന പ്രായത്തിൽ ഓടിയില്ലെങ്കിലേ ഒരടി പോലും നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഓടേണ്ട വരുന്ന. എന്നാലും എന്തിനും ഒരു ലിമിറ്റ് വെക്കണം, എന്നാലേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ. താങ്ക് യു ആൻഡ് എ ഗുഡ് ഡേ.